വൈഎഫ്ഐയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കൂടി ചേരുന്നുണ്ട്. അനൂപ്, തിരുവനന്തപുരത്ത് വീണ്ടും ബിജെപിയിൽ വീണ്ടും ഒരു ആത്മഹത്യ നടന്നിരിക്കുകയാണ്. തൃക്കണ്ണപുരത്ത് ബിജെപി നേതാവ് ആനന്ദ് കെ തമ്പിയാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇതിനു മുൻപ് മറ്റൊരു ആത്മഹത്യ ഉണ്ടായിരുന്നു. തിരുമലയിൽ വാർഡ് കൗൺസിലർ അനിൽ ആത്മഹത്യ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബിജെപിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചു മറ്റൊരു ആത്മഹത്യ കൂടി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പാർട്ടിക്കകത്ത് നടക്കുന്ന കെടുകാര്യസ്ഥതകളുടെ മറ്റൊരു ഇര കൂടിയാണ് അദ്ദേഹം, അല്ലേ? ബിജെപിയുടെ രാഷ്ട്രീയ മുഖം കൂടുതൽ വികൃതമാകുന്ന ഏറ്റവും ഒടുവിലത്തെ വാർത്തയാണ് ഇപ്പോ ശ്രീ ആനന്ദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാമെന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുക്കുകയും ആ വാഗ്ദാനത്തിന് ശേഷം ഈ പറയുന്ന ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ആനന്ദിനെ വഞ്ചിക്കുകയും ചെയ്തു എന്നതാണ് അദ്ദേഹം ഇപ്പോ ഫേസ്ബുക്കിലൂടെ കുറിപ്പെഴുതിയതിനു ശേഷം ആത്മഹത്യ ചെയ്യാൻ ഇടയായ സാഹചര്യം ഉണ്ടായത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിജെപി തിരുവനന്തപുരത്തെ നഗരസഭയിൽ പണം മുടക്കി അല്ലെങ്കിൽ പേയ്മെന്റ് സീറ്റുകൾ കൊടുത്ത് തിരുവനന്തപുരം നഗരസഭാ ഭരണത്തെ ഏതെങ്കിലും നിലയിൽ കൈക്കലാക്കാൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭാ ഭരണം പിടിക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളത്, പണം കൊടുത്ത് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി കഴിയുമോ എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പറഞ്ഞ ആനന്ദിന്റെ മരണത്തോടുകൂടി അല്ലെങ്കിൽ ആത്മഹത്യയോടുകൂടി നമുക്ക് വെളിവാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇതിനു മുമ്പ് അനിലും മരണപ്പെട്ടു. തിരുമല അനില് ബിജെപിയുടെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, തിരുവനന്തപുരം നഗരസഭയിൽ 2 തവണ തൃക്കണ്ണാപുരം വാർഡിനെയും തിരുമല വാർഡിനെയും പ്രതിനിധീകരിച്ച് കൗൺസിലറായി. അവസാനം അനിലിന് ബിജെപിയുടെ പീഡനത്താൽ ബിജെപിയുടെ നേതാക്കളെടുത്ത ഒട്ടനവധിയായ ലോണുകളുടെ ബാധ്യത താൻ ഏറ്റെടുക്കേണ്ടി വരുമോ എന്ന ഭയപ്പാടാൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. ഇത് RSSും ബിജെപിയും തിരുവനന്തപുരം നഗരത്തിൽ അവരുടെ നേതാക്കളോ തന്നെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്ന നിലയിലേക്കാണ് ഈ ആത്മഹത്യകൾ പോകുന്നുവെന്നാണ് നമുക്കിപ്പോ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ശരിക്കും ഞെട്ടലുളവാക്കുന്നതാണ്. പക്ഷേ RSSനാൽ അല്ലെങ്കിൽ RSSൽ നിന്ന് നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പുറത്തു വരുന്ന വാർത്തകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്.